ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ആസ് യൂഷ്വൽ 3:45 തന്നെ എഴുന്നേറ്റു. പിന്നെ പുട്ടൊക്കെ തന്നെയാണ് കേട്ടോ രാവിലെ അത്താഴത്തിന് കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ ജീരകക്കഞ്ഞി കുറച്ചുണ്ട്, വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ അത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തായാലും പ്രെയറും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് പുലർച്ചെയായിട്ടാണ് ഒന്ന് കിടക്കുക. പിന്നെ എല്ലാവർക്കും നോമ്പുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു 8 മണിയൊക്കെ വരെ തന്നെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ ആസ് യൂഷ്വൽ ക്ലീനിങ് ജോലികളൊക്കെ തന്നെ ഉണ്ടാവും. ലോണ്ട്രി ഉണ്ടാവും, പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവും. അല്ലാതെ കുക്കിങ്ങൊക്കെ എന്തായാലും ഉച്ച കഴിഞ്ഞൊക്കെ തന്നെയാണല്ലോ. പിന്നെ രാവിലെ കുറച്ച് സമയം എനിക്കിവിടെ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ വീടൊന്ന് ഫുൾ മോപ്പ് ചെയ്യാനും അതുപോലെ അത്യാവശ്യമുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേച്ചി ഉള്ളതുകൊണ്ട് നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ. അങ്ങനെ ലോണ്ട്രിയുടെ കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് വൈകിട്ട് മഴയും കൂടി ആയതുകൊണ്ട് തുണികൾ പെട്ടെന്ന് ഉണക്കിയെടുത്താൽ അത്രയും നല്ലതല്ലേ. അത് വിചാരിച്ചിട്ട് രാവിലെ ആ കാര്യങ്ങൾ, അതായത് മെയിൻലി ക്ലീനിങ് ജോലികളെല്ലാം രാവിലത്തേക്ക് വെച്ചാൽ നമുക്ക് ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങൾക്കൊക്കെ നിൽക്കാമല്ലോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു റൂട്ടീൻ. പിന്നെ ഈ ഒരു റൂം എപ്പോഴും മെസ്സി ആയിട്ട് കിടക്കും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറേ ബുക്സും സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. അതുപോലെ നമ്മുടെ ലോണ്ട്രി പെട്ടെന്ന് കൊണ്ടുവന്ന് വന്ന് സോർട്ട് ചെയ്യുന്നതൊക്കെ ഈ ഒരു റൂമിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എന്തോ ഒരു പെട്ടെന്ന് മെസ്സാവാൻ ചാൻസ് ഉള്ളൊരു റൂമാണ്. അപ്പം പിക്കപ്പ് എന്തായാലും വേറെ ഏതൊരു റൂം ചെയ്തില്ലെങ്കിലും ഈ ഒരു റൂമിൻ്റെ പിക്കപ്പ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അതൊരു നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ ബെഡ്ഷീറ്റ്സും ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ പഴം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉന്നക്ക റെഡിയാക്കി എടുക്കണം. ബാക്കി കുറച്ച് പത്തിരിയൊക്കെ എല്ലാം തന്നെ ലെഫ്റ്റ് ഓവേഴ്സൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ആക്കാമെന്നാണ് കേട്ടോ ഇന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പണിയില്ല, ഈ ഒരു സ്നാക്കിൻ്റെ പണി മാത്രമേ ഉള്ളൂ. അതെന്തായാലും ഉച്ച കഴിഞ്ഞ് സ്റ്റാർട്ടാക്കണം. പിന്നെ ഈ ഒരു റൂം ഏകദേശം ക്ലീനായി കഴിഞ്ഞപ്പോൾ ഞാൻ കബോർഡ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കബോർഡിനകത്തൊന്നും കുറച്ചൊക്കെ ഒന്ന് മെസ്സിയായിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ പണി കുറവുള്ള ദിവസം അല്ലെങ്കിൽ രാവിലെ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. അപ്പം ആ ഒരു സമയത്ത് ഒരുപാട് നേരം നമുക്കതിന് ക്ലീനിങ്ങിന് മാത്രമായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും കുറച്ച് സമയം നമ്മൾ അതിനും കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി സമയം എടുത്തിട്ട് കബോർഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഒരുപാട് അങ്ങ് ഓർഗനൈസ് ആക്കിയെന്നല്ല, എന്നാലും അത്യാവശ്യം ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് മാറ്റി. അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ്, മോൻ്റെ ഡ്രസ്സ്, പിന്നെ എൻ്റെ ഡ്രസ്സ് കുറച്ചൊക്കെ ഈ ഒരു കബോർഡിൽ തന്നെയാണ്. അതൊക്കെ തന്നെ ഒന്ന് മടക്കി ഒതുക്കി വെച്ചു കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് വലിയ തെറ്റില്ലാണ്ട് ഇങ്ങനെ അതേ രീതിക്ക് തന്നെ മടക്കി അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എന്ന് പറഞ്ഞാൽ തിക്കിലും തിരക്കിലും ഇതെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് പോവാറുണ്ട്. ഇപ്പം എന്താണാവോ പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉന്നക്കയുടെ പണിയാണ്. അപ്പോൾ നല്ല നാടൻ പഴം തന്നെ നോക്കി വാങ്ങിക്കണം കേട്ടോ. ഈ അല്ലാത്ത പഴം വാങ്ങിച്ചാൽ നമുക്കത് കറക്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശരിയാവില്ല. അപ്പോൾ നാടൻ പഴം കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ നമ്മൾ ഒരുപാട് വെന്ത് പോവാതെ നോക്കുക. ഇതിപ്പോൾ എനിക്ക് സംഭവം വെന്ത് പോയിട്ടുണ്ട്. വെന്ത് പോയാൽ പിന്നെ നമുക്ക് അരിപ്പൊടി ചേർക്കാതെ പറ്റില്ല. പിന്നെ വൈകുന്നേരം നമ്മൾ നോമ്പ് തുറന്നിട്ട് പിന്നെ കഴിക്കുന്ന ഫുഡ് കുട്ടികൾക്കല്ല, ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചോറാണ് കേട്ടോ. മെയിൻലി ഹസ്ബൻഡിനാണ് ചോറ്. ഞാൻ ചിലപ്പോഴേ ഈ ഫുഡൊക്കെ കഴിക്കുള്ളൂ. സ്നാക്സോ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ഫുഡ് വേണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും ചോറ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഓല മീൻ എന്ന് പറയുന്ന മീൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് 3 ബോക്സസിലാക്കുകയാണ് കേട്ടോ. കാരണം ഒരു നേരത്തിന് വേണ്ടിയല്ലേ ഉള്ളൂ. ഒരാൾക്ക് 2 ആൾക്കൊക്കെ വേണ്ടി എടുക്കുമ്പോഴത്തേനും ഇച്ചിരിയല്ലേ വേണ്ടു. അപ്പോൾ എന്തായാലും ഒരു 1/2 kg മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 3 ബോക്സസിലാക്കി വെക്കുകയാണ് കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ട്. ഇതിപ്പോൾ പഴം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ മാഷർ വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ എന്തായാലും എനിക്കൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടാതെ ആയപ്പോഴത്തേനും ഞാൻ എന്തായാലും ഇനി അത് മിക്സിയിൽ തന്നെ അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ലപോലെ വെന്തുപോയി. അപ്പോൾ നമുക്ക് അരിപ്പൊടി ചേർക്കാതെ പറ്റില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്തിട്ട് പിന്നെ അത് ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുത്തപ്പോഴത്തേനും പിന്നെ അതൊരു കറക്റ്റ് പാകമായിട്ടോ.
ഇതിപ്പോൾ ഏകദേശം ഒരു 4 മണി സമയമൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഉന്നക്ക ഉണ്ടാക്കാൻ പോയതാണ്. അപ്പോഴത്തേനും എല്ലാവർക്കും പുറത്തുനിന്ന് വേറെ വെറൈറ്റി സ്നാക്സ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് മടിയായി. അപ്പോൾ ഞാൻ ആ പഴം എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ ഫ്രൂട്ട്സ് നല്ലോണം തന്നെ ഉണ്ടാവാൻ നോക്കലുണ്ട്. എനിക്ക് മോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ മാങ്ങ എന്തായാലും ഉണ്ടാവും. പ്ലിയൂര് മാങ്ങയാണ് ഭയങ്കര ഇഷ്ടം. അതുപോലെ ആപ്പിള് അതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ ഈ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ടേബിളൊക്കെ റെഡിയാക്കുന്നത് ഒരു പ്രത്യേക രസമാണല്ലേ. എല്ലാ സാധനങ്ങളും അറേഞ്ച് ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ആ നോമ്പ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആപ്പിൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ആപ്പിൾ കട്ട് ചെയ്യാറുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു നോമ്പ് തുറക്കി പോയപ്പോഴത്തേനും അവിടെ ഇങ്ങനെ ആപ്പിൾ കട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കട്ടാക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കുരു അതിൽ നിന്ന് എടുത്ത് മാറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. ഇതിപ്പോൾ നമ്മൾ ആ ഓറഞ്ചൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യില്ലേ, എന്നിട്ട് നമ്മൾ കുരു ജസ്റ്റ് മാറ്റിയാൽ മതി. പക്ഷേ നമ്മൾ ഗസ്റ്റിന് സെർവ് ചെയ്യുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു പ്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഗ്രേപ്സ് നല്ല ഇഷ്ടമാണ്. ഇതിപ്പോൾ റെഡ് ഗ്ലോബ് ഗ്രേപ്സ് എന്നും പറഞ്ഞിട്ട് ഇത് ഇച്ചിരി കൂടിയ വെറൈറ്റിയാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ സീഡ്ലെസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് പച്ച മുന്തിരിയില്ലേ, അത് വാങ്ങിക്കും. അത് നല്ല വാട്ടർ കണ്ടൻ്റ് ആണല്ലോ. അതുപോലെ വാട്ടർമെലൺ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോമ്പ് തുറന്നിട്ട് പിന്നെ ആ നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പം ഫ്രൂട്ട്സ് ഉണ്ടാവും, അതെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കലായിരിക്കും കേട്ടോ പണി. അപ്പോഴേക്കും സ്നാക്സ് വാങ്ങാൻ പോയവരൊക്കെ എത്തിയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശപ്പോട് കൂടി നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ പോയാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിക്കും. ഇതിപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു എന്തായാലും. പിന്നെ ആദ്യമായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേനും നമുക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാദ്യമായിട്ടാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചത്. ഇത്രയും ദിവസം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ തന്നെയാണ് കഴിച്ചത്. പിന്നെ വെജ് സമോസ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന്. ഇതിപ്പോൾ ലുലുവിൽ പോയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ വാങ്ങിച്ചതിൽ ചിക്കൻ സമൂസ, പിന്നെ കായ്പോള, ചട്ടിപ്പത്തിരി, പിന്നെ എന്തായിരുന്നു, പിന്നെ ഇറച്ചിപ്പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം രണ്ട് ഐറ്റംസായിട്ട് വാങ്ങിച്ചിട്ട് നമുക്കെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ അങ്ങനെ. അപ്പം നല്ല ചൂട് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് അറേഞ്ച് ആക്കി വെച്ചിട്ട് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു വാം ആയപ്പോഴത്തേനും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അറേഞ്ച് ആക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഏകദേശം നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും ടേബിളൊക്കെ തന്നെ നമ്മൾ വേഗം തന്നെ സെറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഉള്ള വെള്ളം, പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും, പിന്നെ കാരക്ക ഉണ്ടാവും, പിന്നെ അതുപോലെ നമ്മൾ ഈ വാങ്ങിയ സ്നാക്സ് എല്ലാം തന്നെ ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഇഫ്താറിൻ്റെ ടേബിൾ കാണാൻ. പലതരം ഫ്രൂട്ട്സും എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴത്തേനും നല്ലൊരു കളർഫുൾ ടേബിളായിരിക്കുമല്ലോ. അപ്പോൾ അത് അറേഞ്ചാക്കി വെക്കുന്നത് തന്നെ നമുക്കൊരു രസമാണ്. പിന്നെ തരി കാച്ചാറുണ്ട്, അത് വല്ലപ്പോഴും തന്നെ കാച്ചാറുള്ളൂ കേട്ടോ. എന്തായാലും ചായ 2 ഗ്ലാസ് ഉണ്ടാവും. ചായ കുടിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. ഈ സ്നാക്സിൻ്റെ കൂടെ ചായയും കൂടി കുടിക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു എന്താ പറയുക, സംതൃപ്തിയാണ്. അത്രയും നേരം ഇല്ലാതിരുന്നൊരു ടേസ്റ്റാണ് ചായയ്ക്കും എല്ലാത്തിനും. എല്ലാ ഫുഡിനും ഒരു ഭയങ്കര ടേസ്റ്റ് തോന്നും ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതൊരു റാപ്പ് പോലെ, ചിക്കൻ ഫജീറ്റ റാപ്പ്, അങ്ങനെ ഒരു റോളാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പിന്നെ ഇനി പത്തിരിയൊന്നും എടുത്തില്ല. ചോറും പിന്നെ ബീഫ് ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു, തക്കാളി ചമ്മന്തിയും, പിന്നെ നല്ല മൂവാണ്ട മാങ്ങയുടെ ചമ്മന്തിയും റെഡിയാക്കി. അപ്പോൾ അതൊക്കെയാണ് പിന്നെ മെയിൻ ഫുഡായിട്ട് കഴിച്ചത്. പിന്നെന്താ, അപ്പം കുറേ ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാവരും എല്ലാം തന്നെ കഴിച്ച് തീർന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നല്ല പ്ലിയൂര് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും എന്തായാലും ഒന്ന് എടുത്തു വയ്ക്കണം.
നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അടുത്ത ദിവസം കഴിച്ചതായിരുന്നു. സാധാരണ ചില സമയത്ത് അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിൽ നിറയെ പുഴുണ്ടാവും. ഇതിപ്പം നല്ല മാങ്ങയായിരുന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇഡ്ഡലി ദോശ മാവൊക്കെ വാങ്ങി വെച്ചു കേട്ടോ. അപ്പോൾ അത് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പം അത് രാവിലെ എണീക്കുമ്പോഴത്തേനും നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാമല്ലോ. നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുറച്ച് സമയം നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിന് പോവും. കാരണം എന്തായാലും കുറച്ചധികം ഫുഡ് നമ്മൾ റെഡിയാക്കുന്നതും കഴിക്കുന്നതും എല്ലാം കൂടി കുറച്ചധികം സമയം തന്നെ കിച്ചൺ ക്ലീനിങ്ങിനുണ്ടാവും. പക്ഷേ മാക്സിമം തന്നെ വേഗം പണികൾ തീർക്കാൻ നോക്കൂ കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ അത്യാവശ്യം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് അന്നത്തെ ഒരു നോമ്പും കൂടി പൂർത്തിയായിട്ടുണ്ട്. വൈകുന്നേരം നല്ല മഴയുള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള നോമ്പൊക്കെ നല്ല ഈസി ആയിട്ടാണ് പോകുന്നത്. എന്തായാലും അതൊരു സമാധാനം. അതല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നോമ്പ് പൊതുവേ ബുദ്ധിമുട്ടാവേണ്ട ഒരു സമയമാണ്. എന്തായാലും ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമാധാനമായിട്ട് നമുക്ക് നോമ്പൊക്കെ പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇന്ന് വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അതുപോലെ ദുഃഖവെള്ളി ഉണ്ട്. പിന്നെ ഈ സൺഡേ ഈസ്റ്ററാണ്. അപ്പോൾ പിന്നെ അതുപോലെ ഞങ്ങൾക്ക് നോമ്പാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഓരോരോ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വിഷുവും അതുപോലെ നല്ലൊരു ഈസ്റ്ററും എല്ലാം ഞാൻ ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അടിപൊളിയാവട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.